Dear my students, so we start again a new video. So today we can discuss the second chapter. Okay, that is mole concept. It is not a discussion of not a topic wise discussion. We are just discussing some important questions from the second unit. In second unit there is two parts. That is, the first part is gas laws and the core part is mole concept. Okay, so in this video we can discuss some important questions now. So let's see that what are the questions. Okay, നമുക്ക് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് മോസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഈ ഫസ്റ്റ് ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, there are some statements given and which gas law related to this statement. The statements are, there is given 4 statements. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, the size of air bubble rising from the bottom of an aquarium increases. നമുക്കറിയാം അക്വേറിയത്തിന്റെ താഴെ നിന്ന് വരുന്ന എയർ ബബിൾസ്, as it goes up its size increases. So what is the reason that, ഇവിടെ ഏത് ഗ്യാസ് ലോ ആണ് അപ്ലിക്കബിൾ ആയത്? As we go down in water, നമുക്കറിയാം വെള്ളത്തിന് താഴേക്ക് പോകുന്നതിനനുസരിച്ച് as we go down, pressure increases. താഴേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വോളിയം, അതിൻ്റെ എയർ ബബിൾസിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം പ്രഷർ കൂടുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും നോർമലി. Okay, that means as we go up in water, as we go up, the pressure decreases. Pressure കുറയും, മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് പ്രഷർ കുറയുകയും ചെയ്യും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ എയർ ബബിൾസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് വരുന്നു അല്ലേ? സോ ദാറ്റ് മീൻസ് ദ പ്രഷർ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്. സോ വിച്ച് ഗ്യാസ് ലോ is related to this? This is Boyle's law. Okay, so you should remember this kind of statement. So what is Boyle's law? You should define ചെയ്യാനും കൂടെ അറിഞ്ഞിരിക്കുക. That is, at a constant temperature, the volume of fixed amount of gas is inversely proportional to the pressure. Okay, so second statement is, when an inflated balloon is immersed in water, its size decreases. നമുക്കറിയാം ഒരു ഇൻഫ്ലേറ്റഡ് ബലൂൺ, ഒരു ഊതി വീർപ്പിച്ച ബലൂണിനെ നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ത്തിയാൽ അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ദ സെയിം തിങ് ദാറ്റ് ആസ് വി ഗോ ഡൗൺ ഇൻ വാട്ടർ, പ്രഷർ ഇൻക്രീസസ്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബലൂണിൻ്റെ സൈസ് കുറയുന്നു. ദാറ്റ് മീൻസ് വോളിയം ഡിക്രീസസ്. സോ പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൾസോ ബോയിൽസ് ലോ. സാധാരണ ബോയിൽസ് ലോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, രണ്ടും ഓർത്തിരിക്കുക. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, when an inflated balloon is kept open in sunlight, it bursts out. When an inflated balloon, ഒരു ഊതി വീർപ്പിച്ച ബലൂൺ, when it keep it on sunlight, it bursts out. What is the reason? പുറത്ത് വെച്ച് കഴിഞ്ഞാൽ, it keep in sunlight, temperature increases. So ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ ബലൂൺ പൊട്ടാനുള്ള കാരണം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബലൂണിൻ്റെ അതിനകത്തുള്ള ഗ്യാസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസസ്, volume increases. Which law? That is Charles law. So you should remember Charles law. What is that definition? Charles law is, at a constant pressure, the volume of fixed amount of gas is directly proportional to the temperature. Temperature കൂടിയാൽ volume കൂടും. That is Charles law. നോർമലി എക്സാമിനൊക്കെ ചാൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. മറ്റൊന്ന് സാധാരണ വരുന്ന നമുക്ക് അറിയാം, ഇൻ സമ്മർ സീസൺ, നമുക്കറിയാം സമ്മർ സീസണിൽ ടയറിൽ, വെഹിക്കിൾസിൻ്റെ കാറുകളുടെ ബൈക്കുകളുടെ ടയറിൽ നമ്മൾ വളരെ കുറഞ്ഞ അളവിലാണ് എയർ പ്രഷർ നിറയ്ക്കുക. അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു റീസണാണ്, ചാൾസ് ലോ ആണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വോളിയം കൂടും, അപ്പോൾ ടയർ പൊട്ടാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ യു ഷുഡ് റിമെമ്പർ ഇൻ ദാറ്റ്. ഓക്കെ, സോ ദ ഫോർത്ത് വൺ, ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ്. എ ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ്. ബലൂൺ ഊതി വീർപ്പിക്കുന്നു. ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ നമുക്കറിയാം നോർമലി അതിൻ്റെ സൈസ് കൂടും. ദാറ്റ് മീൻസ് വോളിയം ഇൻക്രീസസ്. സോ ഊതുന്ന സമയത്ത് നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ്, വോളിയം ഇൻക്രീസസ്. സോ ഇറ്റ് is Avogadro's law. Okay, number of molecule increases, volume increases.
That means what is Avogadro's law? What is Avogadro's law? At a constant temperature and pressure, the volume of gas is directly proportional to the number of molecules. So these are the four statements, important statements, related to the gas laws. So it's very important. You should note that. Okay. So moving to the second question. The second question is, examine the data given table. See, a table is given and some data. You can see that the very important is temperature and the number of molecules are constant. Here the temperature and the number of molecules are constant. ഇവിടെ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ വിച്ച് ഗ്യാസ് ലോ ഈസ് അപ്ലിക്കബിൾ ഹിയർ? യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ബോയിൽസ് ലോ. ഒരു ബോയിൽസ് ലോ റിലേറ്റഡ് ആയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഹിൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക വിച്ച് ലോ ഈസ് അപ്ലിക്കബിൾ ഹിയർ. ദാറ്റ് ഈസ് ബോയിൽസ് ലോ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റൻ്റ് ആണ്. സോ ദ ഡാറ്റ നമുക്കറിയാം ടേബിളിൽ തന്നിട്ടുള്ളത് പിയും വിയുമാണ്, പ്രഷറും വോളിയുമാണ്. ഒന്നാമത്തെ കോളത്തിൽ നമുക്കറിയാം പ്രഷർ 1 atm. 1 atm ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വോളിയം 20 ലിറ്റർ ആണ്. ഓക്കെ, എങ്കിൽ 2 atm ആകുന്ന സമയത്തിൻ്റെ വോളിയം എത്ര ലിറ്റർ ആയിരിക്കും? നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നതാണ്. ബട്ട് യു നോ ദാറ്റ് ഇവിടെ ബോയിൽസ് ലോ ആണ്, പി വി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി വി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി വി ഈസ് കോൺസ്റ്റൻ്റ് എന്ന ഒരു ഇതിനെ ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. പി വി കോൺസ്റ്റൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ പി വി എന്ന് പറയുന്നത് 1 × 20, ദാറ്റ് ഈസ് 20 ആയിരിക്കും എപ്പോഴും കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ 2 atm ആകുമ്പോൾ വോളിയം 20 കിട്ടാൻ അവിടെ എത്ര വരണം നോക്കിയാൽ മതി. 20 കിട്ടാൻ അവിടെ എത്ര വരണം? 10 ലിറ്റർ എന്നായിരിക്കും ആൻസർ അല്ലേ. നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. പി വി 20 ആണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? വി കാൽക്കുലേറ്റ് ചെയ്യാം. വി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 ലിറ്റർ എന്ന് കിട്ടും. അതിന് താഴെ വോളിയം തന്നിട്ടുണ്ട് 5 ലിറ്റർ. വോളിയം ഈസ് 5 ലിറ്റർ. ദെൻ വാട്ട് ഈസ് ദ പ്രഷർ? ഇവിടെ നമുക്ക് പി വി 20 ആണ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 4 atm എന്ന് കിട്ടും. ഓക്കെ, 4 atm. സോ പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഗ്യാസ് ലോ. ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Certain data regarding various gases kept under the same conditions of temperature and pressure are given. Okay, ചില ഗ്യാസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡാറ്റ തന്നിട്ടിരിക്കുന്നു. The very important is these all gases are taken in same conditions of temperature and pressure. That means തന്നിട്ടുള്ള എല്ലാ ഗ്യാസിൻ്റെയും ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ വിച്ച് ഗ്യാസ് ലോ ഈസ് അപ്ലിക്കബിൾ? ദാറ്റ് ഈസ് അവഗാഡ്രോസ് ലോ. സോ ഹിയർ അപ്ലിക്കബിൾ അവഗാഡ്രോസ് ലോ. സോ അവഗാഡ്രോസ് ലോവുമായി ബന്ധപ്പെട്ട് വരുന്ന മാത്തമാറ്റിക്കലായ ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ഗിവൺ ദ ടേബിൾ സം ഗ്യാസസ്, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് അമോണിയ. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഗ്യാസിൻ്റെയും 4 ഗ്യാസിൻ്റെയും ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബട്ട് യു റിമെമ്പർ വൺ പോയിൻറ്റ് ഹിയർ, ദാറ്റ് ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് എനി ഗ്യാസ് കൺസിസ്റ്റ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഏതൊരു ഗ്യാസും നമ്മൾ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള ഏതൊരു ഗ്യാസും നമുക്ക് ഈക്വൽ വോളിയമാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ, ഇവിടെ എത്തിക്കുന്ന എല്ലാ ഗ്യാസസും ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. ഓക്കെ, എങ്കിൽ അത് ഈക്വൽ വോളിയം എടുത്താൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും. ഓക്സിജൻ 40 ലിറ്റർ എടുത്താൽ അതിൽ X മോളിക്യൂൾസ് ഉണ്ട് എന്ന് തന്നിട്ടുണ്ട് ടേബിളിൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ നൈട്രജനും
40 ലിറ്റർ എടുത്താൽ അതിൽ എക്സ് മോളിക്യൂൾസ് തന്നെയായിരിക്കും. ഹൈഡ്രജൻ 40 ലിറ്റർ എടുത്താൽ അതിലും എക്സ് മോളിക്യൂൾസ് തന്നെയായിരിക്കും. ബിക്കോസ് these all gases are obeys Avogadro's law. That is the point at a constant temperature and pressure, equal volume of any gas consists equal number of molecules. So then you can find out very easily. Oxygen 40 liter consists X molecule, then nitrogen 20 liter is taken, then how many molecule? It is X by 2 molecule. Clear? Hydrogen it consists X by 4 molecule. X by 4 molecules ആണെങ്കിൽ what is the volume? വോളിയം എത്രയായിരിക്കും? നമുക്കറിയാം ഹൈഡ്രജൻ എക്സ് മോളിക്യൂൾസ് ആണെങ്കിൽ 40 ലിറ്റർ ആണെങ്കിൽ എക്സ് ബൈ 4 ആണെങ്കിൽ നമുക്കറിയാം 40/4. 40/4 ദാറ്റ് ഈസ് 10 ലിറ്റർ. ഹൈഡ്രജൻ ഈസ് 10 ലിറ്റർ. Then finally ammonia it is volume is given 80 liter. 80 ലിറ്റർ ആണെങ്കിൽ number of molecules is 2x. നമുക്കറിയാം 40 ലിറ്റർ എക്സ് മോളിക്യൂൾസ് ആണെങ്കിൽ 80 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 2x മോളിക്യൂൾസ്. സോ ദിസ് ആർ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാനുള്ള കാരണം ദീസ് ഓൾ മെയിൻ ക്വസ്റ്റ്യൻ, ഇത് എല്ലാ തവണയും ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത ഭാഗം ഇതിൻ്റെ കോർ ഏരിയ ആണ്, മോൾ കൺസെപ്റ്റ് മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എങ്ങനെ അത് പ്രോബ്ലം സോൾവ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.